ഉഷ്ണതരംഗത്തെ തോൽപ്പിച്ച് തഴച്ചു വളരാനാകുന്ന പച്ചക്കറികളെയും ചെടികളെയും പറ്റി പഠിക്കുന്ന ഒരു പ്രോജക്റ്റാണ് റൈപ്പ്. റൈപ്പ് പ്രോജക്റ്റിന്റെ ഭാഗമായി ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ. വിവരങ്ങൾ നിതിൻ തോമസ് പറഞ്ഞു തരും. നിതിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോത്തി. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ കാർഷിക രംഗമൊക്കെ കടന്നു പോകുന്നത്. നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് പുതിയ പരീക്ഷണങ്ങൾ. അതിനിടയിൽ ഈ ഉഷ്ണതരംഗത്തെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ്. എന്താണ് വിശദാംശങ്ങൾ നിതിൻ? തീർച്ചയായിട്ടും മോത്തി, കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം. മാറി വരുന്ന മഴ, മാറി വരുന്ന ചൂട്. നമുക്കറിയാം, ദിവസവും ഉഷ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തന്നെ എല്ലാ ദിവസവും പറയുന്നുണ്ട് ഓരോ ദിവസവും ചൂട് കൂടുകയാണല്ലോ, വേർക്കുകയാണല്ലോ എന്നൊക്കെ. അപ്പം ഇത് തന്നെ ഈ പ്രകൃതിയിലും സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടികൾ, ജീവജാലങ്ങൾ ഒക്കെ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മനുഷ്യരുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അന്നം എന്ന് പറയുന്നത്. അന്നം കിട്ടുന്ന എല്ലാവിധമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും, അതായത് ചെടികളായിക്കോട്ടെ, അല്ലെങ്കിൽ പച്ചക്കറികളായിക്കോട്ടെ, പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. കാരണം ഈ ഉരുളക്കിഴങ്ങുകളായാലും മറ്റ് പച്ചക്കറികളായാലും എല്ലാം വളരാനുള്ള ഒരു സാഹചര്യം, പഴയ കാലാവസ്ഥയിൽ നിന്ന് പുതിയ കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ വളരാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിക്കാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള പഠനങ്ങൾ, ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പല പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഒരു വിജയം കണ്ടിരിക്കുന്നത്. ഈ ഇംഗ്ലണ്ടിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ US ഇല്ലിനോയ്സിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ഇല്ലിനോയ്സിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ഉരുളക്കിഴങ്ങ് വിളയിച്ചെടുത്തത്. അത് അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമാണ്. റൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ ചെടികളെ പറ്റിയിട്ടും പച്ചക്കറികളും ഈ മാറി വരുന്ന ഉഷ്ണതരംഗത്തിൽ ഇവയെ എങ്ങനെ അതിജീവിച്ച് പുതിയ പച്ചക്കറികൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്ന ഒരു പ്രോജക്റ്റാണ് റൈപ്പ് എന്ന് പറയുന്നത്. ഈ റൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഈ ഉരുളക്കിഴങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് 30% വലിയ ഉരുളക്കിഴങ്ങുകളാണ് ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ യാതൊരു വിധമായിട്ടുള്ള പോഷക ഗുണങ്ങളും, ഈ ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പോഷക ഗുണങ്ങളാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലൊന്നും ഒരു കുറവും സംഭവിക്കില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ മാറ്റം ഉണ്ടാവില്ല എന്നെല്ലാം ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞർ തെളിയിച്ചിരിക്കുകയാണ്. 2 ജീനുകളെ ബന്ധിപ്പിച്ച് ഫോട്ടോ റെസിപ്രേഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അവരുടെ ഔദ്യോഗിക വൃത്താന്തങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല വിളകളുടെയും കാര്യത്തിൽ ഇത് ഉണ്ടാവട്ടെ